എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പാത്തു എങ്ങനെയുണ്ട്? അമേരിക്കയിൽ വന്നിട്ട് നല്ലതാണ്, തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിട്ട് പെട്ടുപോയി, ഭയങ്കരമായിട്ട് തണുപ്പ് കൂടി. ഞാനാണെങ്കിൽ ജാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് പെട്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് കട്ടിയുള്ള ജാക്കറ്റ് ഒക്കെയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ആകെ ഒരു മൂടിയായിട്ടാണ് നിൽക്കണത്, വെയിലില്ല, ഭയങ്കരമായിട്ട് മൂട് പോലെ ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് തണുപ്പുണ്ടെന്നാണ് തോന്നുന്നത്. എപ്പോഴും ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ ഞങ്ങളിതേ പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ, ഊബറിന് വെയിറ്റ് ചെയ്യണേ. നല്ല തണുപ്പുണ്ട് പുറത്ത്, അത് കാരണം എല്ലാവരും നല്ല കയ്യൊക്കെ ഉള്ള ഡ്രസ്സാണ് ഇട്ടേക്കണത്. ഇപ്പോൾ സമയം 3 മണിയായിപ്പോൾ, പക്ഷെ ഭയങ്കര ഇരുട്ട് മൂടിയിരിക്കണം. മഴ പെയ്യാവോ? കാണിച്ചുതരാം. ഉണ്ടോ? ഭയങ്കരമായിട്ട് ഇരുണ്ട്, രാവിലെ ചെറുതായിട്ട് മഴ പെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണം കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോണത് വെസ്റ്റ് ബൈയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഷോപ്പിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ നമ്മളങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത് നോക്കിക്കണ്ടേ, ആ ഫോറസ്റ്റിൽ ഇങ്ങനെ മാനുകളൊക്കെ വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ ശരിക്കും ഇങ്ങനെ വീഡിയോയിൽ അത്ര അങ്ങോട്ട് കാണാൻ പറ്റണില്ല കേട്ടോ, സൂം ചെയ്തിട്ട് ദൂരെ ആയതുകൊണ്ടേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും, പക്ഷേ എങ്കിലും എനിക്ക് വീഡിയോയിൽ പകർത്താനായിട്ട് ഇതുവരെയും ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ വണ്ടി അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതുങ്ങൾ അങ്ങോട്ട് ഓടിപ്പോകും. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ അത് പേടിച്ചിട്ട് കാട്ടേക്ക് തന്നെ ഓടിപ്പോവും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്കാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ റാസിന് ഫോൺ നോക്കാനായിട്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ ഈ പറയണ ഈ ഷോപ്പിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ വെസ്റ്റ് ബൈയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക, ഈ അമേരിക്കയിൽ ഏറ്റവും വലിയ ഒരു ഇലക്ട്രോണിക് ഷോപ്പാണ് കേട്ടോ ഇത്. ഇവിടെ കിട്ടാത്ത ഐറ്റംസുകളേ ഇല്ല, അത്രയ്ക്ക് വലിയതാ ഒരു ഷോപ്പാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. ഞാൻ പറ്റണ പോലെയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ റാസിന് ഇങ്ങനെ ഒരു ഫോൺ വാങ്ങി, നോക്കിയയുടെ സാധാ ഒരു ടെസ്റ്റ് ഫോണാണ് കേട്ടോ വാങ്ങിയത്. എന്താ പറയുക, വലിയ ടച്ചൊന്നും വാങ്ങിയില്ല, കാരണം അവൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ വലിയ ഫോണിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫോണാണ് അവൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളവിടെ ഇങ്ങനെ ചുറ്റിക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ അവിടെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഈ ലാപ്ടോപ്പിൻ്റെയൊക്കെ ഭാഗത്തേക്കാണ് വന്നേക്കണത്. അപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കൂടുതലും പക്ഷേ ആപ്പിളാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് പിന്നെ ഏത് ഷോപ്പിൽ കയറിയാലും അങ്ങനെയാണല്ലോ അല്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അങ്ങനെ അതിനൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ലാപ്ടോപ്പ് ആയാലും ഫോണായാലും അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമുക്കൊക്കെ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണേനാ, ഒന്ന് ഇത് സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഐപാഡുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ പല ബ്രാൻഡിലുള്ള ലാപ്ടോപ്പുകൾ, ഇത് ആപ്പിളിൻ്റെ ആണ് കേട്ടോ ഈ കാണിക്കണതൊക്കെ. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരും അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് മോഡലൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫോണുകളല്ലേ. ഇതൊക്കെ സാംസങ്ങിൻ്റെ ആണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ ഫോൺ നോക്കിക്കണ്ടേ, ഇങ്ങനെ മടക്കണ ടൈപ്പ് അല്ലേ. ഇതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ? നമ്മുടെ നാട്ടിലും ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ, ഈ ഫോണിൻ്റെ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ അങ്ങനത്തെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത്. അപ്പോൾ കിച്ചണിലെ സാധനങ്ങൾ കാണുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരിധി നടക്കുക, ഓരോന്നൊക്കെ വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവർക്കൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ആപ്പിൽ നോക്കിയിട്ട് നമ്മൾക്ക് എന്ത് ഐറ്റമാണോ വേണ്ടത് അത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ വരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഇവിടെ വരുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരലായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഫോൺ വാങ്ങിക്കാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമുക്കത് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് നമ്മളങ്ങനെ അറിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ആമസോണിൽ നിന്ന് വാങ്ങിക്കണ പോലെ തന്നെ നമുക്ക് റിട്ടേണൊക്കെ ഇവർ എടുക്കൂട്ടോ. അതിനൊന്നും പ്രോബ്ലം ഇല്ല. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ 7 ദിവസത്തിനുള്ളിൽ പറഞ്ഞാൽ മതി, അവരത് റിട്ടേൺ എടുക്കും. ഇപ്പോൾ നമ്മളിതേ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ആ ഭാഗത്തേക്കാണ് കേട്ടോ വന്നേക്കണം. ഒരുപാട് വെറൈറ്റി ഗ്യാസ് അടുപ്പുകളൊക്കെ ഉണ്ട് അവിടെ.
അപ്പോൾ ഞാൻ എല്ലാം ഒന്നും വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഓടിച്ചിട്ട് പറ്റാവുന്നതൊക്കെ കാണിക്കുകയാണ്. ഇത് ഇഞ്ചക്ഷൻ കുക്കറിൻ്റെ ടൈപ്പ് ഗ്യാസ് അടുപ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ അതേ ഇത് കണ്ടില്ലേ, ഫ്രിഡ്ജുകളൊക്കെയാണ് ഈ കാണുന്നത്. ഒരുപാട് മോഡൽസുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെയൊക്കെ തന്നെയാണ്. എങ്കിലും കണ്ടപ്പോൾ ഞാനത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ. ഇങ്ങനെ അതുമാതിരി ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഇവിടെ മൊത്തം പല ടൈപ്പ് തല്ലുപിടിക്കല്ലേ, ഫ്രിഡ്ജൊക്കെ മേടിക്കാൻ ആളുകൾ വന്നേക്കണേ ഇവിടെ മൊത്തം. എന്തോരം ഫ്രിഡ്ജാണ്, പല മോഡലിൽ, പല വലിപ്പത്തിൽ, പല എന്താ പറയുക, ഓരോരോ ഫീച്ചറൊക്കെ കാണുമ്പോൾ ഞെട്ടും. ഇത് ഫുള്ള് വാഷിംഗ് മെഷീനല്ലേ റാസേ? തല്ലുപിടിക്കല്ലേ, ദേ വേണ്ട, ഇത് ഫുള്ള് വാഷിംഗ് മെഷീനുകളാണ്. ദേ തല്ലുപിടിക്കണ്, തല്ലുപിടിക്കല്ലേന്ന് വേണ്ട. വാഷിംഗ് മെഷീന്, ഇങ്ങനത്തെ വാഷിംഗ് മെഷീനൊക്കെ ആദ്യമായിട്ട് കാണാണെന്ന് തോന്നണല്ലേ. വേണ്ടില്ലേ ഇങ്ങനെ ഉരുണ്ട് തള്ളി പുറത്തേക്ക് നിൽക്കുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ് ഈ മോഡല്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുള്ള് ടി വി ആണ്. തല്ലുപിടിച്ച് ഈ ടി വി നോക്കി, ഈ ടി വി നോക്ക്, ഇതെന്തിങ്ങനെ വളഞ്ഞിരിക്കണ ഓരോരോ മോഡലുകൾ കണ്ടാ. നിങ്ങൾക്ക് ഇങ്ങനെ ക്യാമറയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതെ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. ഇത് കണ്ടോ വളഞ്ഞിരിക്കുന്ന ടി വി. ഇവിടെ നോക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കും, ഇങ്ങനെ നോക്കുമ്പോൾ എന്നാലും എന്തോ മാതിരി അല്ലേ വളഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ആ ടി വി ഒക്കെ നമ്മുടെ നാട്ടിലും കിട്ടും കേട്ടോ, ഷോപ്പിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച വാഷിംഗ് മെഷീൻ ആണെങ്കിലും അത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ അല്ല കേട്ടോ, അത് എന്താ പറയുക, ഈ ഡ്രയറാണെന്നാണ് കേട്ടോ തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഡ്രയർ വന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അതൊക്കെ ഒരുപാട് പല മോഡൽസൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഉന്തി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് മോഡൽസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നോക്കിക്കണ്ടേ, ഇതൊക്കെ കോഫികളൊക്കെ ഉണ്ടാക്കണ ഓരോരോ മെഷീനുകളാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ. പാട്ടുണ്ട് ഇവിടെ, കോപ്പിറൈറ്റ് ഉണ്ടോ എന്നറിയില്ല. പിന്നെന്താണ്, അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കളക്ഷൻസ്. അപ്പോൾ ഇനി ഇവിടെ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ബാക്കിയും കൂടി കാണിക്കാം കേട്ടോ. കുറേ നമ്മൾ കാണാത്ത കുറേ ഇലക്ട്രോണിക് സാധനങ്ങളും അതും ഇതൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊക്കെയാണ് കൂടുതലൊന്നും എനിക്ക് പേരൊന്നും അറിയില്ല. പിന്നെ വേറെ എന്താണ്, തിരക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ള ആളുകളൊക്കെ കൂടുതലും ഈ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്, അമേരിക്കക്കാർ തന്നെയാണ് ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണത്. കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും എല്ലാം. പിന്നെ ഈ സ്റ്റിക്കായിട്ട് ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കര അതിശയത്തോടുകൂടി നോക്കുക. ഇവിടെ ഉള്ളവരൊന്നും അധികം അങ്ങനെ വ്ളോഗ് ചെയ്യണില്ല എന്ന് തോന്നണം. എല്ലാവരും ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കണ്ട തന്നെ. അതുകൊണ്ട് ഭയങ്കര ഒരു എന്തോ മാതിരി. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, ചിലപ്പോൾ അവിടെ കയറും, അല്ലെങ്കിൽ നേരെ നമ്മൾ ഊബറിന് വേറെ ഷോപ്പിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, പെട്ടെന്നൊന്നും ഒറ്റയടിക്ക് വീഡിയോ ഒന്നും എടുത്ത് തീരാൻ പറ്റില്ല കേട്ടോ, അത്രക്ക് വലിയ ഷോപ്പാണ് ഇത്. ഒരുപാടുണ്ട് കേട്ടോ, പല ടൈപ്പ് ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാടുണ്ട് കേട്ടോ. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ പകർത്താനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ റാസിന് സിം എടുക്കണം കേട്ടോ ഫോണിൽ. അപ്പോൾ അവിടെ സിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കമ്പനിയുടെ സിമ്മൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി വേറെ സ്ഥലത്ത് സിമ്മും എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫുഡും കഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നേക്കാണ്. ടി മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഷോപ്പിലാണ്ടോ വന്നേക്കണം. നമ്മുടെ നാട്ടിൽ എയർടെൽ ജിയോ എന്നൊക്കെ പറയൂലേ, അത് മാത്രത്തെ ഒരു സംഗതിയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ കയറി. അപ്പോൾ അധികം നേരമൊന്നും എടുത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ അങ്ങനെ വേഗം അവർ ചെയ്തു തന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫോണുകളൊക്കെ ഉണ്ട് കേട്ടോ. സിം ഷോപ്പാണെങ്കിലും ഫോണുകളൊക്കെ ഒരുപാട് കളക്ഷൻസുകൾ അവരിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്, നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അവിടെ വന്നിട്ടുണ്ട് ബിരിയാണി കഴിക്കാനായിട്ട്. ആ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ ഡ്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
അങ്ങനെ അത് വലിയ ക്വാണ്ടിറ്റിയാണ്. ഇവിടുത്തെ ഫുഡുകളൊക്കെ നല്ല ക്വാണ്ടിറ്റിയിലുള്ളതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബിരിയാണിയാണ്. അപ്പോൾ അതേ ബിരിയാണി നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ റേറ്റ് നല്ല റേറ്റ് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരെണ്ണം ഒരു 1000 രൂപ റേഞ്ചിലൊക്കെ മീതെ പോവേ. പിന്നെ അതുപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണിയാണ്. ഇതിൽ എഗ്ഗൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ സാലഡും പിന്നെ ചെറിയൊരു ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തമിഴ്നാട്ട് ബിരിയാണിക്കൊക്കെ കിട്ടൂലേ, അതുമാതിരത്തെ ഗ്രേവിയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ബിരിയാണീനെ ഒരുപാട് മിസ് ചെയ്യണത്. നമ്മുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബിരിയാണി, അതുപോലെ തന്നെ കല്യാണ വീട്ടിൽ കിട്ടുന്ന ബിരിയാണി, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അതൊക്കെ എത്ര വന്നാലും ഇവിടെ ഒന്നും കിട്ടൂല കേട്ടോ. അതൊക്കെ ഇനി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഒരു ആശ്വാസത്തിന് ഇങ്ങനത്തെ ചെറിയ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമുക്ക് ഫുഡ് കഴിക്കാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ബിരിയാണി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഓരോരോ സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഊബറിൽ അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് വാൾമാർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അതേ പോകുന്ന വഴിയിൽ ഇത് നോക്കിക്കണ്ടേ, ഒരു ട്രെയിൻ ഇങ്ങനെ പോകണ്ടേ. പിന്നെ ചരക്കുകളൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിനാണ് തോന്നണേ. ഇത് ട്രെയിൻ തന്നെയാണോ പറയണതെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ ഞാൻ ട്രെയിൻ എന്നാണ്ടോ പറയാം. അപ്പോൾ അതേ നമ്മൾ ഇതിൻ്റെ ആ വലിപ്പം നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ, ആ ട്രെയിനിൻ്റെ ദൂരം. അതായത് നമ്മളിപ്പോൾ അതേ ഊബറിൽ ഇരിക്കുമ്പോഴാണ്ടോ അതിങ്ങനെ പോണത്. നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോയിട്ടും അതിങ്ങനെ തീർന്നിട്ടില്ല കേട്ടോ. അതിന് ശേഷം നമ്മളിപ്പോൾ അതേ വാൾമാർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളവിടെ അവർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ടും ഈ പറഞ്ഞ മാതിരി ആ ട്രെയിനിൻ്റെ പോക്ക് ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ, നല്ല നീട്ടമുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ അടുത്തേക്കൊന്ന് പോകാമെന്ന്. അപ്പോൾ ഇത് കണ്ടോ, എന്തു നീട്ടാണല്ലേ ട്രെയിനിന്. ഇത്രയും വലിപ്പമുള്ള ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. എന്താ ട്രെയിൻ പോണത്? ഈ ചരക്കുകൾ കൊണ്ടുപോകുന്ന ട്രെയിനാണെന്ന് തോന്നണത് കണ്ടിട്ട്. നമുക്കിനി വാൾമാർട്ടിൽ കയറാം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പ്രത്യേകിച്ച് റാസിന് ടിഫിൻ ബോക്സൊക്കെ മേടിക്കാനുണ്ട്. നാളെ തുടങ്ങി സ്കൂളിൽ പോകണം. അപ്പം നമുക്ക് വേഗം തന്നെ പോകാം. അവരൊക്കെ കയറി, ഞാൻ വേഗം ചെല്ലട്ടെ. അപ്പോൾ അതേ ഇതാണ്ടാ വാൾമാർട്ടിൻ്റെ അകത്തേക്ക്. ഈ തണ്ണിമത്തം കിടക്കണമൊക്കെ എന്ത് വലിപ്പം. നമുക്കിനി അകത്തേക്ക് കയറാം. ഈ കപ്പോർക്ക് കഴിഞ്ഞവണ വാങ്ങണം, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റ് കൂടി എടുത്തത്. ഇവിടെ കുറേ വറപരികളുണ്ട് കേട്ടോ, കൂടുതൽ വേണ്ട. ബണ്ണ് പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. കഴിഞ്ഞവണ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്താ നല്ല വിലയുന്ന ഡ്രസ്സിനൊക്കെ. 1000 താഴെയുള്ള ഡ്രസ്സൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ പോലത്തെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടതേ മോഡൽ, പെണ്ണുങ്ങൾ വെച്ച് കാണിച്ചേക്കണ മോഡൽ, അതുപോലത്തെ ഡ്രസ്സ് ഇവിടെ. എന്തോരാൾക്കാരാണ്, നല്ല തിരക്ക. നല്ല വിലയും ഉണ്ട് കേട്ടോ സാധനങ്ങൾക്ക്. എവിടെയാണെന്നാവോ ടിഫിൻ ബോക്സ്. കണ്ണടകൾ പിള്ളേർക്ക് പറ്റിയ നല്ല രസമുണ്ടല്ലേ. ഫുള്ള് കണ്ണടയുടെ കളക്ഷനാണെന്ന് തോന്നുന്നു. വാച്ചുകളുടെ കളക്ഷൻ,
എല്ലാം ഉണ്ട് ഇവിടെ, ഒന്നും ഇല്ലാത്തില്ല. ഇത് ഒറിജിനലാണോ? ഒറിജിനൽ തന്നെ, പക്ഷെ ഒന്നിനും മണമില്ല. ഇവിടെ ഇത് ഒറിജിനൽ പൂവാണോ റാസേ? പക്ഷെ ഒന്നിനും മണമില്ല. അപ്പോൾ ഇതേ നമുക്ക് അങ്ങനെ ടിഫിൻ ബോക്സ് വയ്ക്കാനുള്ള ബാഗൊക്കെ കിട്ടി. അതുപോലെ തന്നെ ടിഫിൻ ബോക്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല കേട്ടോ, ആകെ ഒരു ഒന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ടൈം സീസണൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ അധികം കളക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഇതാണെങ്കിലും നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് കേട്ടോ, അത്യാവശ്യം ഓവനിൽ വെക്കാനും പിന്നെ അതുപോലെ തന്നെ ഡിഷ് വാഷറിൽ വെക്കാനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അത് പിന്നെ ഇവിടുത്തെ എല്ലാ പ്ലാസ്റ്റിക് ഐറ്റംസുകളും അങ്ങനെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്, ലോക്കലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എത്തി. കാരണം വെച്ചാൽ എത്ര വന്നാലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വെറൈറ്റി ആയിട്ട് നമ്മൾ കണ്ടത് പഴമാങ്ങയാണ് കേട്ടോ. 2 മോഡൽ പഴമാങ്ങ നമ്മൾ കണ്ടായിരുന്നേ, പക്ഷേ എങ്കിൽ നല്ല റേറ്റാണ് കേട്ടോ. ഒരു പെട്ടി ഒരു ബോക്സ് അങ്ങനെയാണ് അവർ വിൽക്കണത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വന്നേക്കണത് ഫ്രോസൺ ഐറ്റംസുകളുടെ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കണ്ടേ, ഇതിൽ മൊത്തം ഫിഷുകളാണ്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടണ കുഞ്ഞു കുഞ്ഞു ചെറുമീനുകളൊക്കെ ഇല്ലേ, അതാണ് ഈ ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ വച്ചേക്കണ കൊഴുവ അങ്ങനത്തെയൊക്കെ മീനുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലതാണോ എന്ന് വെച്ചാൽ, ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞങ്ങൾ വാങ്ങി ഉപയോഗിച്ചൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ പച്ചക്കറിയുടെ ഭാഗത്ത് വന്നപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് കാണാൻ സാധിച്ചത് വാഴയിലയും പിന്നെ മുരിങ്ങാക്കോല് അങ്ങനത്തെ 1-2 ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ചക്ക അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാ ആഴ്ചയിലും എപ്പോൾ വരുമ്പോഴും ഡെയിലി ഒന്നും ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഒരു തവണ നമ്മൾ വരുന്നത് പിന്നെ അടുത്ത തവണ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും കേട്ടോ. പ്രധാനമായിട്ട് എന്താ പറയുക, വാഴയില, അതുപോലെ മുരിങ്ങാക്കോല് അങ്ങനെയുള്ള പിന്നെ ചക്ക, അതൊക്കെ ഓരോ സമയത്താണ്ട് എപ്പോഴും ഉണ്ടാവില്ല. അത് അവരൊരു തവണ കൊണ്ടുവന്ന് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോരോ ഫ്രൂട്ടുകളാണ്, എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ എങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അവരിങ്ങനെ ഓരോന്നിങ്ങനെ പെട്ടിയിലാക്കി ഇങ്ങനെ വെച്ചേക്കണുണ്ട്, നല്ല രസമുണ്ടല്ലേ. പല ടൈപ്പ് മുന്തിരികൾ എല്ലാം ഉണ്ട് കേട്ടോ, പല വെറൈറ്റീസുകൾ. എല്ലാത്തിൻ്റെ പേര് ഞാൻ എടുത്തെടുത്തൊന്നും പറയണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ വീഡിയോ എടുത്താണ്. കാരണം ഓരോ തവണ വരുമ്പോഴും ഓരോരോ വെറൈറ്റീസുകളൊക്കെ കാണുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്ത് കാണിക്കണത്. അതേ ക്യാബേജൊക്കെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയൊക്കെ തന്നെ 2 കളറിൽ അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് കണ്ടില്ലേ, കരിമ്പ് ജ്യൂസ് ഉണ്ട് കേട്ടോ, കിട്ടുവേ. അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ കരിമ്പ് ജ്യൂസിന്. ഒരു ഗ്ലാസ്സിനൊക്കെ തന്നെ എന്തോ 500-600 ആ റേറ്റൊക്കെ വരും കേട്ടോ. അങ്ങനെ നമ്മളിതേ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ ഊബറിന് അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോണത്. അപ്പോൾ പോകുന്ന വഴിയിൽ രാത്രി കാഴ്ചകൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, ആകെ ഇരുട്ട് ബാധിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും കാണിക്കണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതേ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലീസിലോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അതിൻ്റെ ലിങ്ക് നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നേക്കണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.